നമസ്കാരം. സെൻസസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സാമൂഹികമായ സർവാശ്ലേഷിയായ അതിൻ്റെ തലങ്ങളെക്കുറിച്ചും അതിനോട് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രം കാണിക്കുന്ന വിമുഖതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. 21-ാം നൂറ്റാണ്ട്, പുതിയ സഹസ്രാബ്ദം, കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ സ്വയംവരവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ലോകമെമ്പാടും നടക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് കേരളത്തിൻ്റെ സാമൂഹിക പരിസരത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് സെൻസസ് പോലെയുള്ള അവകാശത്തിന് വേണ്ടിയും വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളെക്കുറിച്ചും വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്വയംവര നിയമങ്ങളെക്കുറിച്ചും എങ്ങനെ നിയമങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തുകൊണ്ട് എങ്ങനെ അതിനുവേണ്ടി പോരാടണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വിദഗ്ധരായ ആളുകൾക്ക് ഇതിൽ ഇടപെടേണ്ടതാണ്. അവർ അവരുടേതായ രീതിയിലുള്ള ചർച്ചകൾ നടത്തേണ്ടതുമാണ്. കാരണം പ്രകൃതിയുമായി ബന്ധപ്പെട്ട സെൻസസ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ്. അത് വിഭവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വലിയ സാമൂഹിക പുരോഗതി നേടിയ ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിൽ എല്ലാ കാലത്തും വലിയ മികവും താല്പര്യവും പ്രാധാന്യവും കൊടുക്കുന്ന ഒരു സംസ്ഥാനം, ഒരു പ്രദേശം, അതിൻ്റെ പേരിൽ മാത്രം രാഷ്ട്രീയമായി ദുർബലമാക്കപ്പെടുന്നതിന് കേരളം വലിയ തെളിവാണ്. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അത് അനുഭവിക്കുമ്പോൾ പോലും ഇത്തരം സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയത്, ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയ പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ സെൻസസ് എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും അതിൻ്റെ സാമൂഹിക സാംസ്കാരിക തലം പരിശോധിക്കും. ആഭ്യന്തര കുടിയേറ്റം ഒരു രീതിയിലും സാമൂഹികമായ ഗുണം ചെയ്യാത്തൊരു പ്രദേശമാണ് കേരളം എന്ന് മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. അത് സൃഷ്ടിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ, ഭീകരവാദം അടക്കമുള്ളവ, പകർച്ചവ്യാധികൾ അടക്കമുള്ളവ, സാമൂഹികമായി വലിയ പുരോഗതി നേടാത്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ, അവിടെ തീർച്ചയായും സമൂഹത്തോട് ചേർത്ത് പോകേണ്ടതാണ്. ഇന്ത്യയുടെ ഫെഡറലിസത്തെ അംഗീകരിക്കേണ്ടതാണ്. അപ്പോൾ പോലും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ, അതെല്ലാം നേരിടാൻ കൃത്യമായ കണക്കുകൾ നമുക്ക് ആവശ്യമാണ്. ആ കണക്കുകൾക്കോ ആ സെൻസസിനോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശീയ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളതും അതിനുവേണ്ടി ആത്മാർത്ഥമായ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാവുന്നല്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അധിക വൈകാരികമായി ഉയർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ അടക്കമുള്ളവ ലോകമെമ്പാട് വലിയ വിഷയമാകുമ്പോൾ ജലത്തിൽ കുഴൽക്കിണറുകളുടെ ഉപയോഗവും നൈട്രേറ്റുകളുടെ ജലാശയങ്ങളിലെ സ്വാധീനവും സാന്നിധ്യവും അത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വലിയ ഭീഷണിയായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വരുമ്പോൾ ജലം ഒരു വലിയ അധികാര കേന്ദ്രമാകുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. അത് എല്ലാ തലത്തിലും റിവർ ലിങ്കിങ് പ്രോജക്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ഡാമുകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയുമായി കുറേ കാലത്തിന് ശേഷം വലിയ വെടിനിർത്തലിലേക്കും ഉഭയകക്ഷി ബന്ധം ഒരു പരസ്പര ബഹുമാനത്തോടും വിശ്വാസത്തോടു കൂടിയുള്ള ഉഭയകക്ഷി ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ ഡാമിനെക്കുറിച്ച് ഇന്ത്യയുടെ അതിർത്തിയിൽ തന്നെ, ഇന്ത്യയുടെ പരിസരത്ത് തന്നെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചൈന സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗ്രീൻലൻഡിനും പാനമ കനാലിന് വേണ്ടിയും കാനഡയ്ക്ക് വേണ്ടി തന്നെയും അവകാശവാദങ്ങൾ അമേരിക്ക വീടും നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം വലതുപക്ഷത്തിൻ്റെ വികൃതികളായിട്ട് നമുക്ക് കാണുമ്പോഴും ഇനിയുള്ള കാലത്ത് ക്ലീൻ എനർജി, ശുദ്ധമായ ഊർജവും ജലവും ഒരു യുദ്ധത്തിലുള്ള വഴിയായും അതിനുവേണ്ടിയുള്ള അധികാര പോരാട്ടമായി മാറുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ യുദ്ധത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ ഒരു പതിറ്റാണ്ട് മുമ്പത്തെ പ്രതിഭാശാലികൾ, നൂറ്റാണ്ട് മുമ്പത്തെ പ്രതിഭാശാലികൾ പറഞ്ഞത് ശരിയായി വരികയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ തൻ്റേതായ ഒരു വഴി നമ്മൾ വെട്ടിത്തുറക്കേണ്ടതുണ്ട്. ഫെഡറലിസത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ UPI കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോലെയുള്ള സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. തനിക്കിടം ലഭിക്കാത്ത ഇടത്ത് സ്വന്തമായി ഇടം നിർമ്മിക്കുക എന്ന് പറയുന്ന രീതി, അതിൽ നന്മയുടെയോ വിശാലതയുടെയോ അംശമുണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പോലും അത്തരം സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നതാണ് നമ്മൾ സ്വന്തമായ UPI സംവിധാനം വേണ്ടതിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തത്. അതുതന്നെയാണ് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട വിഷയത്തിനുള്ളത്. പ്രത്യേകിച്ചും കേരളം പോലെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്ത് ജന്തുജന്യ രോഗങ്ങൾ, മാൻ വേഴ്സസ് വൈൽഡ് എന്ന റിയാലിറ്റി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു.
പകർച്ചവ്യാധികളും പോലെയുള്ളവ ഒരു തുടർ കാഴ്ചയായി വരാൻ പോകുന്നു. പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. അത്തരമൊരു ഘട്ടത്തിൽ വൈൽഡ് ലൈഫ് നിയമങ്ങളിലടക്കം പുതിയൊരു പുതിയൊരു സ്വയംഭരണാധികാരം വേണ്ട ഇല്ലേ എന്നുള്ളത് നമ്മൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം പ്രകൃതി എല്ലാ കാലത്തും അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു 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 മഹാശക്തി തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന രീതിയാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇത് ഒരു ദാർശനിക തലത്തിൽ പറയുന്നത് മാത്രമല്ല, അതിൻ്റെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഫെഡറലിസത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ കുറെ കൂടി അധികാരം നമുക്ക് ആവശ്യമാണ്. സെൻസസ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും പ്രധാനപ്പെട്ടതാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ സർവാശ്ലേഷിയായ തലങ്ങളുണ്ട്. ആ തലങ്ങളെ മുഴുവൻ അറിഞ്ഞും അംഗീകരിച്ചും തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിനാണ് നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ വരുന്നത്. ഡാമുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികളുണ്ട്. അതുതന്നെയാണ് സെൻസസ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. മുമ്പൊരു വീട്ടിൽ ഇത് ചർച്ച ചെയ്തത്. ആശുപത്രി മാലിന്യവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ജൈവവളങ്ങളെ ബ്രാൻഡ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ബയോ മൈനിങ്ങുകളുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പുതിയൊരു വൈൽഡ് ലൈഫ് നിയമവും പുതിയൊരു കാർഷിക നിയമവും രൂപവൽക്കരിക്കാം എന്നുള്ള ചർച്ചകളിലേക്ക് കടക്കാനുള്ള സമയമാണിത്. അതിനാദ്യം വേണ്ടത് ഫെഡറലിസത്തിൻ്റെ മുഴുവൻ ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട്, ഫെഡറലിസത്തെ അംഗീകരിച്ചുകൊണ്ട്, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പഞ്ചായത്ത് രാജ് എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അധികാരത്തിന് വേണ്ടിയോ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദ ശക്തി ആകാതെയോ സന്തുലിതമായ ഒരു നിലനിൽപ്പിന് വേണ്ടി ക്ഷേമത്തിന് അധിഷ്ഠിതമായ ഒരു സാമൂഹിക പുരോഗതിയിൽ വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പൊതു ചിലവ് വലിയ രീതിയിൽ നിർവഹിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ കേരളത്തിലെ ഭരണകൂടം അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതൊരു അനിവാര്യതയാണ്. ആ അനിവാര്യതയിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ പുതിയ സഹസ്രാബ്ദത്തിൻ്റെ 25-ാം വർഷം ഫെഡറലിസത്തിൻ്റെ പുതിയ സാധ്യതകളിലേക്കുള്ള വഴിയാവട്ടെ.